എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് യുടെ പ്രസിഡന്റ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ഒരു മുന്നറിയിപ്പും കൂടാതെ ഇന്ത്യയിലോട്ട് വരികയും വെറും 3 മണിക്കൂർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് സംസാരിച്ചിട്ട് ഒരു വലിയ ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്തിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഇതിനെ ഈ അമേരിക്കയുടെ മൂട് താങ്ങിയ രാജ്യങ്ങളൊക്കെ വലിയ രീതിയിൽ സംശയ ദൃഷ്ടിയോട് കൂടിയാണ് ഇത് കാണുന്നത്. അപ്പോൾ അവരെ തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായിരിക്കാം, വളരെ പെട്ടെന്ന് യുടെ പ്രസിഡന്റ് ഇവിടെ വരുന്നു, 3 മണിക്കൂർ സംസാരിക്കുന്നു, തിരിച്ചു പോകുന്നു. ശരിക്കും ഇതിന് പിന്നിൽ മാസങ്ങൾ നീണ്ട ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരുപാട് ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ മാസങ്ങൾ നീണ്ട ഒരു ചർച്ചക്കൊടുവിലാണ് അതിൻ്റെ അവസാന രീതിയിലാണ് യുടെ പ്രസിഡന്റ് ഇങ്ങോട്ട് വരികയും സൈൻ ചെയ്തിട്ട് തിരിച്ചു പോവുകയും ചെയ്തത്. അത് എന്തായിരിക്കാം പെട്ടെന്ന് അത് ഇന്ത്യ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, അത് ഇന്ത്യ മാറ്റി നിർത്തിയിട്ട് നമുക്കിനി ഒരുപടി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് അവർക്ക് ഉണ്ടാകാനുള്ള കാരണം രണ്ട് കാരണങ്ങളാണ്. അത് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്താണ് പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒരു പാക്ട് സൈൻ ചെയ്യുന്നത്. അത് പാക് നാറ്റോ, അറബ് നാറ്റോ എന്നൊക്കെയാണ് അതിനെ പറയുക. അപ്പോൾ അതിൻ്റെ ഒരുപാട് ക്ലോസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്ലോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രാജ്യം ഈ സൗദിയോ പാകിസ്ഥാനോ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ ആക്രമണം ഈ രണ്ട് രാജ്യങ്ങൾക്കെതിരെയുള്ള കോമൺ ആക്രമണമായി കണക്കാക്കിയിട്ട് ഈ രണ്ട് രാജ്യങ്ങളും ചേർന്നിട്ട് ആ രാജ്യത്തെ ആക്രമിക്കും എന്നതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്ലോസ് അതിനുണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ പാകിസ്ഥാൻ്റെ കൈവശമുള്ള ആണവോർജ്ജമൊക്കെ ഇവരായിട്ട് ഷെയർ ചെയ്യും, സൗദിക്കായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഈ അടുത്ത കാലത്ത് യും സൗദിയും തമ്മിൽ വലിയ രീതിയിലുള്ള അകൽച്ച ഉണ്ട്. അതായത് അവർ പരസ്പരം രണ്ട് ധ്രുവങ്ങളിലോട്ട് സഞ്ചരിച്ചുകൊണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യമനിൽ സൗദി ബാക്ക് ചെയ്യുന്ന ഒരു സർക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ സൗദി ആക്ഷേപിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുടെ പ്രോക്സി ഉപയോഗിച്ചിട്ട് യമനിലുള്ള എണ്ണ കിണറുകളും എണ്ണപ്പാടങ്ങളൊക്കെ അവർ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള ഒരു അലിഗേഷനെ സൗദി ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല അവിടെ ഒരു ദ്വീപുണ്ട്, ആ ദ്വീപിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ ദ്വീപിനെ ചൊല്ലിയും ഈ സൗദിയും യും പരസ്പരം എന്താ പറയുക വളരെ ശത്രുത വെച്ച് പുറത്തുണ്ട്. അപ്പോൾ ഭാവിയിൽ ഇവർ തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ, ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇന്ത്യക്ക് സൗദിക്ക് ഓൾറെഡി ഒരു ആണവ രാജ്യം, അതായത് പാകിസ്ഥാൻ ഒരു ആണവ രാജ്യമല്ലോ, അവർ തമ്മിലൊരു സഖ്യമുണ്ട്. അപ്പോൾ യുഎഇക്ക് ആ മേഖലയിൽ ഒരു തന്ത്രപ്രധാനമായ ഒരു സ്ട്രാറ്റജിക്കൽ ഒരു പാർട്ട്ണർ ഇല്ല. അപ്പോൾ ഇന്ത്യയാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ആണവോർജ്ജം, അതായത് പാകിസ്ഥാൻ സൗദിക്ക് ആണവോർജ്ജം കൊടുക്കുന്നുണ്ടല്ലോ, അതായത് ആ പാക്ടിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ യുഎഇക്കും അത്തരത്തിലുള്ള ഒരു ഹെൽപ്പ്, അത്തരത്തിലുള്ള സ്ട്രാറ്റജിക്കൽ പാർട്ട്ണർഷിപ്പിലുള്ള ഒരു രാജ്യം ആവശ്യമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തേ, ഇതിന് വേണ്ടിയിട്ട് മാസങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മുടെ പാർലമെൻറ്റ് ഏകദേശം 3 ആഴ്ച മുന്നേ പാർലമെൻറ്റിൽ ഒരു ബില്ല് പാസ്സാക്കിയിരുന്നു, ശാന്തി ബില്ല് എന്ന് പറയും. ഈ ശാന്തി ബില്ലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആണവോർജ്ജം, ആണവ റിയാക്ടറുകളൊക്കെ ഉണ്ടല്ലോ, അത് പ്രൈവറ്റൈസേഷൻ ചെയ്യാൻ പോകണം. അത് ആർക്ക് വേണമെങ്കിലും നമ്മുടെ സർക്കാർ പറയുന്ന കണ്ടീഷൻസൊക്കെ, ടേംസ് ആൻഡ് പോളിസീസും ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഏതാൾക്ക് വേണമെങ്കിലും അത് ഉപയോഗിക്കാം, ആണവ റിയാക്ടറുകൾ ഉണ്ടാക്കാം പല ആവശ്യത്തിന് വേണ്ടിയിട്ടും. അപ്പോൾ ആ സമയത്ത് വലിയ രീതിയിൽ അലിഗേഷൻസ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇത് അംബാനിക്കും അദാനിക്കൊക്കെ വേണ്ടി തുറന്നു കൊടുക്കുകയാണ് നമ്മൾ ആണവ റിയാക്ടറിന്. പക്ഷെ അതല്ല സംഭവിച്ചത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ് വീടിൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ യുടെ പ്രസിഡന്റ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നില്ല. മാസങ്ങൾ നീണ്ട ചർച്ചക്കൊടുവിലും മാസങ്ങൾ നീണ്ട പ്ലാനിങ്ങിനൊടുവിലാണ്. അപ്പോൾ നമ്മൾ 3 ആഴ്ച മുന്നേ തന്നെ ആ ഒരു നിയമം പാസ്സാക്കുന്നു. അപ്പോൾ ഈ യുടെ പ്രസിഡന്റ് ഇവിടെ വന്നിട്ട് എന്താണ്, യുഎഇയിൽ നമ്മൾ വലിയ ആണവ റിയാക്ടർ അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പോവാണ് ഇന്ത്യയുടെ സഹായത്തോടു കൂടി. അത് തന്മൂലം എന്താണ്, പാകിസ്ഥാൻ സൗദിക്ക് ആണവോർജ്ജം ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, സമാനമായ രീതിയിൽ ഇന്ത്യ യുഎഇ കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ ഇനിയിപ്പോൾ ഇൻ കേസ് ഭാവിയിൽ സൗദിയായിട്ട് എന്തെങ്കിലും യുദ്ധം വന്നാൽ പോലും അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വിലപേശാം, യുഎഇക്ക് വിലപേശാം, അത്തരത്തിലുള്ള ഒരു തോട്ട് പ്രോസസ്സ് അവർക്കുണ്ടായി. അതൊരു കാരണം. പിന്നെ രണ്ടാമത്തെ കാരണം, ഇമ്പോർട്ടൻ്റ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ. അതായത് ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക ഏത് നിമിഷം, ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം, ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം അമേരിക്ക ഇറാനിൽ കയറി അടിക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇറാൻ തന്നെ ഒഫീഷ്യൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അമേരിക്കക്ക് മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും എയർബേസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ എയർബേസ് ഉള്ളത് ഒന്ന് ഖത്തറിലാണ്, സൗദിയിലുമുണ്ട്, യുഎഇയിലുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇൻ കേസ് അമേരിക്ക നമ്മൾ ആക്രമിക്കുകയാണ്, നമ്മുടെ ഭൂമിയിൽ കയറിയിട്ട് അമേരിക്ക എന്തെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യുഎഇ ആക്രമിക്കും, ദുബായ് ആക്രമിക്കും, എന്താ പറയുക ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കും, ബുർജ് ഖലീഫ അടക്കം തകർക്കും എന്നാണ് അന്ന് ഇറാൻ ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ യുഎയിലേക്ക് ഒരു മിസൈൽ വിടുന്ന വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ അവിടെ ഒരു സൂചി വിടാൻ പോലും താഴെത്താത്ത രീതിയിലുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ദുബായിലും അബുദാബിയിലൊക്കെ 2 മിസൈൽ വന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ എത്രത്തോളം ഡാമേജ് ഉണ്ടാവും നമുക്ക് ഊഹിക്കാൻ പറ്റില്ല, അത്രത്തോളം ഡാമേജ് ഉണ്ടാവും. അപ്പോൾ യുഎഇയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അമേരിക്കയുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് ലാഭത്തിനെക്കാട്ടും കൂടുതൽ ഇപ്പോൾ ഈ ജിയോ പൊളിറ്റിക്സ് സിറ്റുവേഷനിൽ ഡാമേജാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഭീഷണി മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്കൽ റിലേഷൻ അവർക്ക് അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനും ഇന്ത്യയും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പുള്ള ഒരു രാജ്യം കൂടിയാണ്. പിന്നെ അത് മാത്രമല്ല അവിടെ ഒരു ഓർത്തഡോക്സ് മുസ്ലിംസാണ്, അതായത്
റാഡിക്കൽ മുസ്ലിംസാണ് ഇറാനുള്ളത്, അവിടെ ഖമേനിയുടെ ഭരണകൂടം. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യൻ സർക്കാരായിട്ട് അവർക്ക് നല്ല റിലേഷനാണ്. അതായത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവിടെ ചബഹാർ പോർട്ട്, അവിടെ ഫുൾ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ഇന്ത്യയാണ്, ഫുൾ ഇൻവെസ്റ്റ് ചെയ്ത ഇന്ത്യയാണ്. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിൽ വ്യാപാര ബന്ധം, ബയലാട്രൽ റിലേഷനുള്ള രാജ്യമാണ് ഇന്ത്യയും ഇറാനും തമ്മിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇന്ത്യയെ ഈ UAE ഒരു തന്ത്രപ്രദ സ്ട്രാറ്റജിക്കൽ പാർട്ണർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഇതും കൂടിയും ഇല്ലാതാക്കാൻ പറ്റും. ഇതാണ് ഈ രണ്ട് വിഷയത്തിലുള്ള ഈ UAE, അതായത് ഇന്ത്യയായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രസിഡന്റ് ഇവിടെ വന്നിട്ട് 3 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് 3 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് പോകണമെങ്കിലും, അതായത് അതിന് പിന്നിൽ അതന്നെയാണ് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സൗദിയെ നേരിടുക, ഒന്ന് ഇറാൻ്റെ ഭീഷണി നേരിടുക. ഈ രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിയാണ് UAE പ്രസിഡന്റ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ഇന്ത്യയിൽ വരികയും എന്താ പറയുക നമ്മുടെ മോദിയുടെ കാറിൽ നിന്ന് സംസാരിച്ചിട്ട് ഏകദേശം 2 മണിക്കൂറോളം കാറിൽ നിന്ന് സംസാരിച്ചു. പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ കൂടെ ഒരുപാട് ഡീലുകളും സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഈ ആണവോർജ്ജം, UAE ഇന്ത്യ ആണവ റിയാക്ടറൊക്കെ ഉണ്ടാക്കാൻ പോകുന്നു. അത് വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം, പല തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇന്ത്യയുടെ വികസനത്തിന് വലിയ രീതിയിൽ കുതിപ്പേകുന്ന ഒരു സംഭവം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ LNG വിഷയത്തിൽ വലിയ രീതിയിൽ കാലാകാലങ്ങളായിട്ട് വലിയ രീതിയിൽ നമ്മൾ പല സ്ഥലത്തും പല രാജ്യങ്ങളിൽ നിന്നായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ UAE ആയിട്ട് ഇത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള ട്രേഡ് മാത്രമേ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നുള്ളൂ. അതായത് വലിയ രീതിയിലുള്ള നമുക്ക് പൈസ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ പൈസ കുറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വാങ്ങുന്നത്. പക്ഷേ ഈ ഒരു മേഖല, ഊർജ്ജ മേഖല, LNG ഏരിയയിൽ നമ്മൾ വലിയ രീതിയിലുള്ള ഒരു ക്ഷാമം അനുഭവിക്കുന്നുണ്ട്. അതിന് ശാശ്വതമായ പരിഹാരം എത്രയാണ് വേണ്ടേ? അതായത് പ്രസിഡന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ മോദിജിക്ക് എത്രയാണ് വേണ്ടേ? അത് ബ്ലാങ്ക് ചെക്കൊക്കെ കൊടുക്കില്ലേ, ബ്ലാങ്ക് ചെക്ക് തരുന്ന മാതിരിയാണ്. എത്ര വേണ്ടി വെച്ച് എഴുതിയെടുത്തു എന്നുള്ള രീതിയിലുള്ള ഒരു കരാറാണ് LNG വിഷയത്തിൽ നമ്മൾ UAE ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മുടെ ഈ ഓട്ടോമൊബൈലായാലും പല ഗാർഹിക ഈ ഇതിൻ്റെ വിഷയത്തിലായാലും എല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകും. അതിൻ്റെ ഇമ്പാക്റ്റ് വരും ദിവസങ്ങളിൽ തന്നെ ഓരോരോ വീടുകളിലും ഓരോരോ മനുഷ്യരും അത് നേരിട്ട് അനുഭവിച്ചറിയുമ്പോഴാണ് അത് അത്രത്തോളം എന്താ പറയണ്ടേ അതിൻ്റെ ഇമ്പാക്റ്റ്. അത് മുമ്പ് അവർ എന്തെങ്കിലും ക്ഷാമം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഗുജറാത്തിൽ വലിയൊരു സ്മാർട്ട് സിറ്റി വരുന്നുണ്ട്. ഏകദേശം ഏഷ്യയിലെ തന്നെ വേൾഡിൽ തന്നെ ഏറ്റവും വലിയൊരു സ്മാർട്ട് സിറ്റി വരാൻ പോകണം. അത് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ അത് പറയാൻ പറ്റില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വിട്ടില്ല. പിന്നെ $200 ബില്യൺ ഒരു വ്യാപാര കരാർ ഇന്ത്യ ഒപ്പിട്ടിരിക്കുകയാണ് പല മേഖലയിൽ. അതിൻ്റെ ഡീറ്റെയിൽസും പുറത്തു വന്നില്ല, ഏതൊക്കെ മേഖല ഇൻവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സൈനിക കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഈ ആണവ റിയാക്ടർ കൂടാതെ വലിയ രീതിയിലൂടെ സൈനിക കരാർ ഒപ്പുവെച്ചു. ഈ സൈനിക കരാർ ഒപ്പുവെക്കുന്നതോടുകൂടി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ടെക്നോളജി, നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ, എല്ലാ കാര്യങ്ങളും, സൈനിക പരിശീലനം എല്ലാം നമ്മൾ UAE കൊടുക്കും. അപ്പോൾ അവർ എന്താ പറയേണ്ടത് ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നോക്കാം. പക്ഷേ അവർക്കൊരു ഡെഡിക്കേറ്റഡ് ആർമി ഇല്ല. ആർമി ഉണ്ടെങ്കിലും നമ്മുടെ എന്താ പറയേണ്ടത് ഒരു ഇന്ത്യ പോലെയുള്ള ഒരു പവർ, അറ്റ്ലീസ്റ്റ് പാകിസ്ഥാനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർമി പോലും UAEക്ക് ഇല്ല. പക്ഷേ ഈ സൈനിക കരാറിലൂടെ നമ്മൾ പുതിയ സൈനികരുടെ ട്രെയിനിങ് കൊടുക്കും, നമ്മൾ ഉണ്ടാക്കുന്ന ആയുധങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അവർ വലിയ രീതിയിലും അവരും ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങളൊക്കെ കുറേ എന്താ പറയണ്ടേ മിക്ക സംഭവങ്ങളൊക്കെ ഈ UAEക്ക് കൈമാറാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു വെപ്പൺ ട്രേഡ് ഡീലിലും നമ്മൾ വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം നടത്താൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം നമ്മൾ ഇസ്രായേലായിട്ട് തന്ത്രപ്രധാനമായ ഡിഫൻസ് സെക്ടറിൽ നമ്മൾ ഓൾറെഡി നമ്മൾ സഹകരണം ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് ഇസ്രായേലും വരികയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി ഈ 3 രാജ്യങ്ങൾക്ക്, ഇന്ത്യ, ഇസ്രായേൽ, UAEക്ക് ഈക്വലി എന്താ പറയുന്നത് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. എന്ത് തന്നെയായാലും ഈ ഒരു ക്വിക്ക് വിസിറ്റ് പ്രത്യേകിച്ച് അമേരിക്കയ്ക്കൊക്കെ ആകെ ഇങ്ങനെ വിരളി പൂണ്ടിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ സഖ്യകക്ഷികളായ രാജ്യങ്ങളെ ഉപയോഗിച്ചിട്ട് ഇതിനെ വലിയ രീതിയിൽ താറടിക്കാനും ഇതിനെന്തോ വലിയ കോൺസ്പിറസി തിയറിയൊക്കെ ഇതിലേക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അവരെ അമേരിക്കയുടെ മൂട് താങ്ങി നടക്കുന്ന രാജ്യങ്ങൾ ഇത്തരത്തിൽ പറയാൻ പ്രേരിപ്പിച്ചത് അതാണ്. അപ്പോൾ എന്ത് തന്നെയായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ, അതായത് എന്തൊക്കെ ഡീൽസാണ് സൈൻ ചെയ്ത് എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതിൽ കൂടുതൽ വാർത്തകൾ പുറത്തു വരും. നമുക്കതിനെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.